പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിന്ന് പഞ്ചതന്ത്രത്തിലെ 12ാമത്തെ കഥയിലേക്ക് കടക്കുകയാണ്. ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ഒരു സിംഹവും ഒരു ഒട്ടകവുമാണ്. കൂടാതെ ഒരു കുറുക്കനും ഒരു കാക്കയും ഒരു കടുവയും ഇതോടൊപ്പം ഉണ്ട്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. എപ്പിസോഡ് 12, സിംഹവും ഒട്ടകവും. ഒരു കാട്ടിൽ ഒരു സിംഹം പരിചാരകരായ ഒരു കുറുക്കനോടും കടുവായോടും കാക്കയോടും കൂടി വസിച്ചിരുന്നു. അവർ കറങ്ങിത്തിരിഞ്ഞ് വനപ്രദേശത്തിന്റെ അതിർത്തിയിലെത്തി. അവിടെ കച്ചവട സംഘത്തിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റപ്പെട്ടു പോയ ഒരു ഒട്ടകത്തെ കണ്ടു. വിരൂപനായ ഒട്ടകത്തെ കണ്ട് ഏത് ജീവിയായിരിക്കും എന്ന് മനസ്സിലാക്കാതെ സിംഹം ഭയപ്പെട്ടു, പിന്തിരിഞ്ഞോടാൻ തുടങ്ങി. അപ്പോൾ കാക്ക മുന്നോട്ട് വന്നു പറഞ്ഞു, പ്രഭോ, ഇതൊരു നാട്ടുജീവിയാണ്, ഒട്ടകം എന്ന് പറയും. അങ്ങേക്ക് ഇതിനെ കൊല്ലാവുന്നതേ ഉള്ളൂ. അതിന്റെ മാംസം ഭക്ഷിക്കാൻ രുചികരവുമാണ്. ഇത് കേട്ട് സിംഹം പറഞ്ഞു, നമ്മുടെ ഭരണപ്രദേശത്ത്, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഭവനത്തില് അഭയം തേടി വന്ന ഒരാളെ കൊല്ലുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നില്ല. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു വരിക, ഇവിടെ സുഖമായി നമ്മോടൊപ്പം ജീവിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞ് കാക്കയെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. കാക്ക ചെന്ന് ഒട്ടകത്തോട് പറഞ്ഞു, സുഹൃത്തെ, ഞങ്ങളുടെ പ്രഭു നിങ്ങൾക്ക് അഭയം തന്നിരിക്കുന്നു. നിങ്ങൾ സമാധാനത്തോടുകൂടി പ്രഭുവിന്റെ സമീപത്തേക്ക് ചെല്ലുക. സമാധാനമായി സന്തോഷമായി അവിടെ ജീവിക്കാവുന്നതാണ്. ഇങ്ങനെ പറഞ്ഞ് കാക്ക ഒട്ടകത്തെ കൂട്ടിക്കൊണ്ട് സിംഹത്തിന്റെ അടുത്തേക്ക് വന്നു. സിംഹം പറഞ്ഞു, സുഹൃത്തെ ഒട്ടകം, നിനക്കിവിടെ സമാധാനമായിട്ട് ജീവിക്കാം. ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. നിങ്ങൾ ഇവിടെ എന്നോടൊപ്പം സമീപത്ത് നിന്നാൽ മാത്രം മതി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സിംഹം ഇര തേടി പുറപ്പെട്ടപ്പോൾ ഒരു കാട്ടാനയുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. കാട്ടാനയുടെ കുത്തേറ്റ് സിംഹം അവശനായി പല പരിക്കുകളും പറ്റി കിടപ്പിലായി. പല ദിവസമായി ഭക്ഷണം കഴിക്കാതെ കിടന്ന് അവശനായ സിംഹത്തെ ശുശ്രൂഷിച്ച് കടുവായും കാക്കയും കുറുക്കനും ചുറ്റും നിന്നു. അപ്പോൾ അവർക്ക് തോന്നി, ഇവിടെ ഭക്ഷിക്കാൻ യാതൊന്നുമില്ല, ഒട്ടകത്തെ കൊന്ന് അതിന്റെ മാംസം ഭക്ഷിച്ച് സിംഹത്തിന്റെ ജീവൻ രക്ഷിക്കാവുന്നതേ ഉള്ളൂ. കുറുക്കൻ മുന്നോട്ട് വന്ന് പറഞ്ഞു, സിംഹത്തിനോട് ആലോചിച്ചു, ഒട്ടകത്തെ കൊന്ന് നമുക്ക് തിന്നാലോ? അപ്പോ അങ്ങേക്ക് പഥ്യാഹാരമായി ഇര തേടാൻ പോകേണ്ടതില്ലല്ലോ, കുറച്ചു ദിവസത്തേക്ക് സമാധാനമായിട്ടിരിക്കാം. അപ്പോൾ സിംഹം പറഞ്ഞു, എന്റെ അടുത്ത് അഭയം തേടിയവനെ കൊല്ലുകയോ? അത് നീചഭാവമാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ കുറുക്കൻ കൗശലക്കാരനാണ്. അവൻ ആലോചിച്ചു പറഞ്ഞു, ഒട്ടകം സ്വന്തം തീരുമാനത്തിൽ സ്വയം ശരീരം വിട്ടു തന്നാൽ കുഴപ്പമില്ലല്ലോ. സിംഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അത് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്യുക. പക്ഷെ നമ്മളായിട്ട് അവനെ കൊല്ലുവാനും തിന്നാനും പാടില്ല. സ്വയം മുന്നോട്ട് വന്നാൽ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ പറഞ്ഞു നിന്ന് അവരുടെ ഇടയിൽ നിന്ന് കുറുക്കൻ പിന്മാറി. എന്നിട്ട് എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ പറഞ്ഞു, പ്രഭു അവശനാണ്, ഭക്ഷിക്കാൻ യാതൊന്നുമില്ല, പഥ്യാഹാരം വേണം. അതുകൊണ്ട് എന്റെ ശരീരം പ്രഭുവിന് തീറ്റയ്ക്കായി വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ കടുവ പറഞ്ഞു, നീ ചെറുതല്ലേ, നിന്നെ തിന്നാൽ പ്രഭുവിനൊന്നും ആവില്ല. മാത്രമല്ല, നീ നഖം ആയുധമായിട്ടുള്ള ജീവിയാണ്. നഖം ആയുധമായിട്ടുള്ള ജീവിയെ കൊന്ന് തിന്നുക എന്നത് സിംഹത്തിന് സ്വീകാര്യമായിരിക്കില്ല. അപ്പോൾ കാക്ക പറഞ്ഞു, എന്നാൽ ഞാൻ മുന്നോട്ട് വരാം, എന്റെ ശരീരം ഭക്ഷിച്ച് പ്രഭുവിന്റെ വിശപ്പടക്കാം. അപ്പോൾ കടുവ പറഞ്ഞു, നിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? അതുകൊണ്ട് വല്ലതും ആകുമോ? തുച്ഛമായ ശരീരമുള്ള വെറും ഒരു ചെറിയ പക്ഷി, ആ പക്ഷിയെ തിന്ന് സിംഹത്തിന് എന്താകാനാ? അതുകൊണ്ട് വേണ്ട, നിന്റെ ശരീരം സമർപ്പിക്കണ്ട. എന്നിട്ട് കടുവ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്നെ കൊന്നു തിന്നോട്ടെ, എനിക്കാണെങ്കിൽ ധാരാളം വെയിറ്റുള്ള ശരീരമുണ്ട്, അത് മതിയാവും. ഇതെല്ലാം
ഒട്ടകം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒട്ടകം ചിന്തിച്ചു, ഓരോരുത്തരും മുന്നോട്ട് വന്ന് അവനവനെ തന്നെ പ്രഭുവിന് സമർപ്പിക്കുകയാണ്, എന്നാൽ പ്രഭു ആരെയും സ്വീകരിക്കുന്നുമില്ല. അപ്പൊ ഞാനായിട്ട് മിണ്ടാതെ നിന്നാൽ അത് ഒരു മോശമായി തീരും. അതുകൊണ്ട് ഭംഗിവാക്കായിട്ട് ഞാനും എൻ്റെ ശരീരം പ്രഭുവിന് കൊടുക്കാം എന്ന് ഏൽക്കാം എന്ന് ചിന്തിച്ച് ഒട്ടകം മുന്നോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, പ്രഭു, എന്നെ കൊന്ന് ഭക്ഷിച്ചാലും അങ്ങനെ അങ്ങയുടെ ജീവൻ രക്ഷിക്കാമല്ലോ. കുലത്തിന്റെ അധിപൻ അല്ലെങ്കിൽ നേതാവ് നശിച്ചു പോയാൽ കുലം മൊത്തം നശിക്കും. ആണിയൂരിപ്പോയ വണ്ടിച്ചക്രത്തിന്റെ അവസ്ഥ വരും നേതാവിന് എന്തെങ്കിലും സംഭവിച്ചാൽ. അതുകൊണ്ട് ഒന്നും ആരും വിഷമിക്കേണ്ട, എൻ്റെ ശരീരം ഞാൻ ഓഫർ ചെയ്യുന്നു. ഇത് കേട്ടപ്പോൾ കടുവായും കുറുക്കനും ചാടി ഒട്ടകത്തിന്റെ മേൽ വീണ് അതിനെ കൊന്ന് വയറ് പിളർന്ന് സിംഹത്തിന് മുമ്പിൽ കൊണ്ടുപോയിട്ടു. അതിനെ അവർ ഭക്ഷിക്കുകയും ചെയ്തു. സജീവൻ പറഞ്ഞു, ഇതുപോലെ ഒട്ടകത്തിന്റെ അവസ്ഥയാണ് എനിക്കും വന്നു ചേർന്നിരിക്കുന്നത്. നീച ജനങ്ങളോടുകൂടിയുള്ള സഹവാസം അവനവനെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് തീരുമാനിക്കും. അപ്പോൾ ദമനകൻ പറഞ്ഞു, എന്നാൽ ഈ കാട് വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിന്നാൽ നിനക്ക് നിന്റെ ജീവൻ രക്ഷിക്കാമല്ലോ. അപ്പോൾ സജീവൻ പറഞ്ഞു, കാട് വിട്ട് ഓടിപ്പോകുന്നത് ഉചിതമല്ല. എവിടെ ഓടി ഒളിച്ചാലും നീചജനങ്ങൾ പുറകെ കൂടും. അതുകൊണ്ട് യുദ്ധമല്ലാതെ മറ്റൊന്നും ഞാൻ കാണുന്നില്ല. യുദ്ധത്തിൽ ജയിച്ചാൽ രാജശ്രീ അനുഭവിക്കാം, തോറ്റാൽ വീരമൃത്യു പ്രാപിച്ച് സ്വർഗം പ്രാപിക്കാം. അപ്പോൾ ദമനകൻ വിചാരിച്ചു, ആകെ കുഴഞ്ഞല്ലോ, പിടിച്ചെടുത്ത് കാര്യം നിൽക്കുന്നില്ലല്ലോ. അപ്പോൾ കാളയെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ദമനകൻ പറഞ്ഞു, ശത്രുവിന്റെ പരാക്രമവും ശക്തിയും എന്താണെന്ന് മനസ്സിലാക്കാതെ എടുത്തുചാടി ഇടപെട്ടാൽ നാശം സംഭവിക്കും എന്ന് നിനക്കറിയില്ലേ? കുളക്കോഴിയും സമുദ്രവും തമ്മിലുള്ള കഥ കേട്ടിട്ടില്ലേ? അപ്പോൾ സജീവന്റെ ആവശ്യപ്രകാരം ദമനകൻ ഒരു കഥ പറഞ്ഞു. അതാണ് 13ാമത്തെ കഥ. അത് നമുക്ക് നാളെ പ്രതിപാദിക്കാം. താങ്ക് യു, ഓൾ ഓഫ് യു.